മൂത്രാശയക്കല്ല്, വൃക്കയിലെ കല്ല് എന്നിവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മൂത്രാശയ ചികിത്സാ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ ജിത VR സംസാരിക്കുന്നു. വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും സാധാരണമാണ് വൃക്കയിലെ കല്ല്. മൂത്രത്തിൽ കല്ല് എന്ന് പറയുമെങ്കിലും വൃക്കയിലാണ് കല്ല് ആദ്യമായി ഉണ്ടാകുന്നത്. വൃക്കയിലും വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കുന്ന കുഴലിൽ അഥവാ മൂത്രനാളിയിലും കൂടാതെ മൂത്രസഞ്ചിയിലും കല്ല് കാണപ്പെടാം. മൂത്രസംബന്ധമായ രോഗങ്ങളിൽ ഏറ്റവും വേദനാജനകമായ ഒന്നാണ് ഇത്. ഇനി വൃക്കയിലെ കല്ലുകൾ എന്നാൽ എന്താണെന്ന് നോക്കാം. മൂത്രത്തിൽ നിന്ന് വേർതിരിയുന്ന ലവണങ്ങളുടെ പരലുകൾ അഥവാ ക്രിസ്റ്റലുകൾ ചേർന്നാണ് കല്ല് രൂപപ്പെടുന്നത്. വൃക്കകൾ ഖരമാലിന്യങ്ങൾ വലിച്ചെടുത്ത് വെള്ളത്തിൽ അലിയിച്ച് പുറന്തള്ളും. ഒപ്പം കാൽസ്യം, യൂറിക് ആസിഡ്, ഫോസ്ഫറസ് മുതലായ പദാർത്ഥങ്ങളും ഉണ്ടാകും. വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ഇത്തരം വസ്തുക്കളുടെ സാന്ദ്രത കൂടും. ഇവ അടിഞ്ഞുകൂടിയാണ് കല്ലുണ്ടാകുന്നത്. ക്രിസ്റ്റലുകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന രാസപദാർത്ഥങ്ങൾ മൂത്രത്തിലുണ്ട്. എന്നാൽ ചിലരിൽ അത് വേണ്ട വിധം പ്രവർത്തിച്ചുവെന്ന് വരില്ല. കല്ലുകളെ രണ്ടായി തരംതിരിക്കാറുണ്ട്: കാൽസ്യം അടങ്ങിയതും കാൽസ്യം ഇല്ലാത്തതും. കാൽസ്യം അടങ്ങിയ കല്ലുകളാണ് 80% രോഗികളിലും കണ്ടുവരുന്നത്. കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ ആദ്യ വിഭാഗത്തിലും യൂറിക് ആസിഡ്, സിസ്റ്റീൻ എന്നീ കല്ലുകൾ രണ്ടാമത്തെ വിഭാഗത്തിലും പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ മൂത്രക്കല്ല് വളരെ വ്യാപകമാണ്. എന്തുകൊണ്ടാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത് എന്നതിന് പൂർണ്ണമായ വിശദീകരണം എളുപ്പമല്ല. ജനിതക ഘടകങ്ങൾ, ശാരീരിക പ്രവർത്തന വൈകല്യങ്ങൾ, അമിതമായ കാൽസ്യം ഗുളികകളുടെ ഉപയോഗം എന്നിവയൊക്കെ ഇതിന് കാരണമാവാറുണ്ട്. ഹൈപ്പർ പാരാതൈറോയിഡിസം, വൃക്കയിലെ ചില രോഗങ്ങൾ, മൂത്രനാളത്തിൽ അണുബാധ എന്നിവ മൂലവും വൃക്കയിൽ കല്ലുവരാം. ഇതിൽ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നത് വളരെ പ്രധാന കാരണമാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നത് ഒഴിവാക്കാൻ ഒരു ദിവസം 6-7 തവണയെങ്കിലും ശരിയായി മൂത്രം പോകുന്ന തരത്തിൽ വെള്ളം കുടിക്കണം. അമിത വിയർപ്പുള്ളവർ, കഠിനാധ്വാനം ചെയ്യുന്നവർ, ചൂടുള്ള കാലാവസ്ഥയിൽ കുറെ നേരം ജോലി ചെയ്യേണ്ടവർ എന്നിവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം. ശുദ്ധമായി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. പ്രോട്ടീൻ, ഉപ്പ്, പഞ്ചസാര എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതോപയോഗം വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന് കാരണമാകും. കോള പോലെയുള്ള പാനീയങ്ങൾ അമിതമായി കുടിക്കുന്നതും മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും വൃക്കയിൽ കല്ലുണ്ടാക്കാം. മുതിർന്നവരിൽ എന്ന പോലെ കുട്ടികളിലും വൃക്കയിൽ കല്ല് രൂപപ്പെടാറുണ്ട്. കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുന്നതും കടകളിൽ നിന്ന് ലഭിക്കുന്ന മധുരപാനീയങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗവും അമിതവണ്ണവും വ്യായാമക്കുറവും കുട്ടികളിലെ വൃക്കയിലെ കല്ലിനു കാരണമായേക്കാം. സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരുന്നത്. 40 വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാർക്കും 50 വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്കും രോഗം വരാൻ സാധ്യത കൂടുന്നു. ഒരിക്കൽ കല്ല് വന്നവർക്ക് വീണ്ടും വരാനുള്ള പ്രവണതയുള്ളതിനാൽ അത്തരക്കാർ കൂടുതൽ ജാഗ്രത കാണിക്കണം. അടുത്ത ബന്ധുക്കൾക്ക് വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ അടുത്ത തലമുറയിലും അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ലക്ഷണത്തിലേക്ക് കടക്കാം. വൃക്കയിലെ കല്ലിന്റെ ആദ്യ ലക്ഷണം വയറിലുണ്ടാകുന്ന കടുത്ത വേദനയാണ്. കല്ലിന്റെ വലിപ്പം, ആകൃതി, സ്ഥാനം എന്നിവയനുസരിച്ച് ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. മൂത്രം പോകുന്നതിന് തടസ്സമുണ്ടാകുമ്പോഴാണ് വേദന അനുഭവപ്പെടുന്നത്. വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്കുള്ള കുഴലിൽ കല്ല് കടക്കുമ്പോൾ തന്നെ വേദന തുടങ്ങും. പുറകിൽ വൃക്കയുടെ ഭാഗത്തുനിന്ന് തുടങ്ങുന്ന വേദന തുടയിലേക്കും ചിലപ്പോൾ ജനനേന്ദ്രിയത്തിലേക്കും വ്യാപിക്കുന്നു. ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. കല്ല് പോരുമ്പോൾ കല്ലിന്റെ കൂർത്ത അഗ്രങ്ങൾ മൂത്രനാളിയിൽ തട്ടുന്നത് മൂലം മൂത്രത്തിൽ രക്തം കാണപ്പെടാം. കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുകയോ മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ അനുഭവപ്പെടുകയോ ചെയ്യും. ഇതോടൊപ്പം പനിയും വിറയലുമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. രോഗനിർണയത്തിന് വ്യത്യസ്ത പരിശോധനാ മാർഗങ്ങൾ നിലവിലുണ്ട്. ദേഹപരിശോധന, രോഗചരിത്രം, ലക്ഷണങ്ങൾ എന്നിവയിൽ നിന്നാണ് രോഗനിർണയം ആരംഭിക്കുന്നത്. മൂത്രപരിശോധനയിൽ കൂടി മൂത്രത്തിലെ രക്തം, അണുബാധ, കല്ലിന്റെ തരികൾ എന്നിവ വ്യക്തമാകും. രക്തപരിശോധനയിലൂടെ വൃക്കകളുടെ പ്രവർത്തനവും കാൽസ്യം, യൂറിക് ആസിഡ് തുടങ്ങിയവയുടെ അളവും കണ്ടെത്താം. കല്ലിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ തുടങ്ങിയ പരിശോധനകൾ നടത്താറുണ്ട്. സാധാരണ എക്സ്റേയിൽ തന്നെ ഭൂരിഭാഗം കല്ലുകളെല്ലാം കണ്ടെത്താനാകും. അൾട്രാസൗണ്ട് പരിശോധനയും കല്ലിനെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ തരും. കല്ലിന്റെ സ്ഥാനം നിശ്ചയിക്കാനും തടസ്സങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നറിയാനും ഇൻട്രാവീനസ് പൈലോഗ്രഫി എന്ന പരിശോധനയും നടത്താറുണ്ട്. ഒരിക്കൽ കല്ലുണ്ടായാൽ വീണ്ടും കല്ല് വരാതിരിക്കാനായി ചില മുൻകരുതലുകൾ എടുക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും ഭക്ഷണരീതി ചിട്ടപ്പെടുത്തുകയുമാണ് വേണ്ടത്. ചായയ്ക്കും കാപ്പിക്കും പകരം വെള്ളം കുടിക്കുക. പാൽ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മാംസം, ചെറിയ മത്സ്യങ്ങൾ, കക്ക, ഞണ്ട്, ചെമ്മീൻ,
റാഗി എന്നിവ സ്ഥിരം കഴിച്ചാൽ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടും. ഇലക്കറികളായ ചീര, മുരിങ്ങയില, കാബേജ് എന്നിവയും ബീൻസ്, തക്കാളി, ചേന മുതലായവയും സ്ഥിരം കഴിച്ചാൽ ശരീരത്തിൽ ഓക്സലേറ്റിന്റെ അളവ് കൂടും. ഇവ മറ്റ് പല വിധത്തിൽ ഗുണം ചെയ്യുന്നവയായതിനാൽ അവ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പറയാനാവില്ല. സ്ഥിരമായും അമിതമായുമുള്ള ഉപയോഗം ഒഴിവാക്കണം. മാംസം, പ്രത്യേകിച്ചും മാട്ടിറച്ചിയും അമിതമായി കഴിച്ചാൽ യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ കൂടും. മൂത്രം കൂടുതൽ പോകാനായി ബിയർ കുടിക്കുന്നത് അപകടമാണ്. അത് വൃക്കയിൽ കല്ലുണ്ടാകുന്നതിനുള്ള സാധ്യത കൂട്ടും. വൃക്കയിലെ കല്ലിനുള്ള ഹോമിയോപ്പതി ചികിത്സ. വൃക്കയിലെ കല്ലിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഹോമിയോപ്പതി ചികിത്സാ രീതി അവലംബിക്കുകയാണെങ്കിൽ പൂർണ്ണമായും രോഗശമനം ലഭിക്കും. രോഗനിർണയം നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ പോലും ശരിയായ ചികിത്സ തുടങ്ങുവാൻ സാധിക്കുമെന്ന പ്രത്യേകതയും ഹോമിയോപ്പതിയിലുണ്ട്. രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. രോഗമെന്നത് ഒരവയവത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വ്യക്തിയെ മുഴുവനായും അത് ബാധിക്കുന്നു. വൃക്കയിലെ കല്ലിന്റെ അടിസ്ഥാന ലക്ഷണങ്ങളോടൊപ്പം ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളും രോഗാവസ്ഥയോട് രോഗിയുടെ പ്രതികരണവും കൂടി കണക്കിലെടുത്താണ് ഹോമിയോ മരുന്നുകൾ നൽകുന്നത്. രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമഗ്രമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ചികിത്സ നടത്തുന്നത്. ഹോമിയോപ്പതിയിൽ ഏതൊരു രോഗത്തിന്റെയും അടിസ്ഥാന കാരണങ്ങളായി പ്രതിപാദിക്കുന്നത് സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്നീ അവസ്ഥാവിശേഷങ്ങളാണ്. ഇവയുടെ ഒറ്റയ്ക്കോ കൂട്ടായ ഉള്ള സ്വാധീനം മൂലമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. രോഗലക്ഷണങ്ങളിലൂടെയും രോഗിയുടെ വ്യക്തിപരമായ പ്രത്യേകതകളിലൂടെയും അടിസ്ഥാന കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ ഒരു ഹോമിയോപ്പതി ചികിത്സാ വിദഗ്ധന് കഴിയും. ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ്. ഈ വ്യത്യാസം രോഗാവസ്ഥയിലും പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരേ രോഗാവസ്ഥയ്ക്ക് പല രോഗികളിൽ വ്യത്യസ്ത മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾക്ക് പൊതുവിൽ സാദൃശ്യം തോന്നാമെങ്കിലും വ്യക്തിപരമായ സവിശേഷതകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കണ്ടെത്താവുന്നതാണ്. ഈ സവിശേഷതകളെ പരിഗണിച്ചാണ് രോഗിക്ക് അനുയോജ്യമായ മരുന്ന് കണ്ടെത്തുന്നത്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വളരെയധികം ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല, രോഗിയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ശരിയായ അളവിലും ക്രമത്തിലും കൊടുത്താൽ മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ. ശസ്ത്രക്രിയ ചെയ്താലും പൊടിച്ചു കളഞ്ഞാലും 50% പേരിലും കല്ല് വീണ്ടും രൂപപ്പെടാം. ഈ പ്രവണതയുള്ളവർക്ക് രോഗിയുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾക്ക് അനുയോജ്യമായ ഹോമിയോ മരുന്ന്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നൽകാം. കൂടാതെ മരുന്ന് കഴിക്കേണ്ട രീതിയും പ്രധാനമാണ്. അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഉത്തമം. മരുന്ന് കഴിക്കുമ്പോൾ ചായ, കാപ്പി, കർപ്പൂരം കലർന്ന വിക്സ്, അമൃതാഞ്ജൻ, ടൈഗർ ബാം തുടങ്ങിയ ലേപനങ്ങളും വിനാഗിരി കലർന്ന അച്ചാറുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൃത്രിമ സംസ്കരണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണം എന്നിവ ഒഴിവാക്കുന്നത് അഭികാമ്യം. മരുന്നിനോടൊപ്പം പഥ്യം കൂടി നോക്കുകയാണെങ്കിൽ രോഗശാന്തി എളുപ്പത്തിൽ കൈവരിക്കാം. പാർശ്വഫലരഹിതവും ശരീരത്തിന്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതുമായ ചികിത്സാശാസ്ത്രമായ ഹോമിയോപ്പതിയിലൂടെ കൂടുതൽ ആരോഗ്യമുള്ള സമൂഹം ഉടലെടുക്കട്ടെ എന്നാശംസിക്കുന്നു.